Rum pum param pum pum param pum. 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 മോനെ ഇച്ചോണ എന്തായാലും എനിക്ക് എളുപ്പമായിരുന്നു. എനിക്കിത് അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ ലാസ്റ്റ് ചാൻസ് ആണേ. ഓക്കെ, ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി. ഹലോ. ആ ഇപ്രാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. അതെയാ, നന്നായി എഴുതാൻ പറ്റിയോ? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എഴുതിണ്ട്. അത് കിട്ടും. അത് അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ വേഗം വരും അല്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. മന്മഥൻ കൊണ്ടുവന്ന കേസ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാവുന്ന രീതിയിലുള്ള. അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ജോലിയൊക്കെ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ജോലി കിട്ടില്ല, അപ്പോഴേക്കെന്നെ കല്യാണവും നടക്കുള്ളൂ. ആയിക്കോട്ടെ. ഇത് ഉറപ്പാണ് നമുക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ഓ ഈശ്വരാ, ദൈവം കാത്തു. എവിടെയാ കടന്നു പോയേ? എവിടെയാ കടന്നു പോയെന്ന്? ഞാൻ PSC പരീക്ഷയ്ക്ക് അമ്മാമ്മ കൊണ്ടാച്ചി കാടും തൊള്ളയിലേക്ക് തള്ളി തരുവാൻ വേണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്ര കാലം ഞാൻ പറഞ്ഞു വിട്ട് പുരപ്പണി എടുത്ത് ജീവിച്ചാ വൈകുന്നത്. അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞാൻ പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടണ നല്ല കാര്യല്ലേ? എല്ലടോ, ഞാൻ എന്റെ എല്ല് മുറിഞ്ഞ് പണിയെടുത്തിട്ട് എനിക്ക് തിന്നു അങ്ങോട്ട് തരുന്നില്ലേ? എന്റെ ടൗസറിന്റെ നാട പോലെ അല്ലേ ഇനി കല്യാണം കഴിക്കുമ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പറ്റാത്തോണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യണത്. എല്ലടി, എനിക്ക് ഈ കല്യാണം കഴിക്കുമ്പോ എന്നോട് പറഞ്ഞേ പച്ചവെള്ളം കുടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും ജീവിക്കാന്ന്. ഇപ്പൊ എനിക്ക് കിടന്നാലും പുതി ജോലി മാടോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നല്ലേ സ്വഭാവം? തേനെ പാലെന്ന് പറഞ്ഞ ഉച്ചയോട് മടക്കില്ലായിരുന്നോ? അതിന് ഉച്ചക്കൽ ഞാൻ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി എല്ലാം കടന്നു പോയിട്ട് ഇതിന്റെ പൂപ്പൽ നീ കണ്ടോ? എനിക്കൊരു നീളമുള്ള ചൂലെടുത്തിട്ട് നിന്ന് ഭാര്യ വലിച്ച് അടിച്ചാൽ ഇനി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറാം. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യണേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആണായി നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ട. നാട്ടിക്ക് എന്നെ കൊണ്ട് നാട്ടുകാർ കൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. എനിക്ക് ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം. ഇനി എന്റെ സ്വഭാവം അറിയാം. എനിക്ക് എന്നെ തിരിഞ്ഞിക്കില്ലേ മരിയ കേട്ടിനാ? അതെന്നെ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്കൊരു കുന്തോ തിരിഞ്ഞിട്ടില്ല. എന്തെന്ന് എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ ഇനി പോയിക്കൊള്ള കടന്ന് പോയിക്കൊള്ളു. ഞാൻ ഇന്റെ അടുത്തേക്ക് അതെ ഞാൻ പോവന്നെയാ. പോവാത്തോളൂ. ഇനി ഉളുപ്പില്ലാണ്ട് തിന്ന് കൂത്തിണ്ടി ബാക്കിയുള്ള എല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഓയലും കാര്യവും മേക്കപ്പ്. എവിടെയാ പോന്നെ നീ? ഇങ്ങോട്ടാ ചോദിച്ചു എവിടെയാ പോന്നെ നീ? ഇപ്പൊ പറഞ്ഞ കേട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. അത് ശരി. ഇനി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കാലിന്റെ മുട്ടിയാണ് അടിച്ചടിക്കളിയാ. ആര് വന്നു ഈ നരകത്തിലോട്ട്? ആര് വരണേ നിങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ട്? അത് ശരി. ഇത്ര നാളെ നിന്നിട്ട് എനിക്ക് എന്തെന്നാ ഉണ്ടായിവിടെ?
എനിക്ക് സ്വൈര്യമാണ് വേണ്ടത്. ഒരു മനുഷ്യനെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മനസ്സമാധാനം എനക്കും വേണ്ടി ഞാൻ ഇനി ഏൽപ്പിക്കുന്ന പണി ചെയ്ത് പോവല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കെല്ലാം ഒന്ന് കടക്കട്ടെ അങ്ങേക്ക്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. നല്ല ഒന്നാം തരം ജോലി കിട്ടാനുള്ള പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ PSCയുടെ റിസൾട്ട് വരുമ്പോഴേ എനിക്ക് നല്ല അന്തസ്സുള്ള ജോലി കിട്ടും. എനിക്ക് ഒലക്ക കിട്ടും, ഒലക്ക. ആ ഒലക്ക കിട്ടുമെന്നല്ല, നീ കടന്നൊക്കെ ചെല്ല്. ശമ്പളം കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്ക് തേനെ പാലെന്ന് പറഞ്ഞ അങ്ങോട്ട് വരരുത്. അല്ലാണ്ട് ഇന്റെ ജോലി കിട്ടി ഞാൻ ഇന്റെ ശമ്പളത്തിന് കടക്കം വരുന്നത് ഉളുപ്പില്ലാതെ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ കൊരങ്ങനെ പല്ലിങ്ങനെ കുത്തിയിരിക്കണില്ലേ? അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പല മരത്തിന്റെ മുകളിലും കൊരങ്ങനെ പോലെ എഴുന്നിട്ടാ കള്ളത്തി ഇങ്ങി തിന്ന് ഉളുപ്പില്ലാണ്ട്. അങ്ങനെ തന്നെ ഇരുന്നോ. എനിക്കിപ്പം ഞാൻ കൊരങ്ങനായില്ലേ? ഇന്റെ ശമ്പളത്തിന് ഞാൻ കടക്ക് തോലി വരും. ഇങ്ങനെ പോലത്തെ ആണുങ്ങൾ നശിച്ചു പോയല്ലോ ഇവിടെ. ഒരു കുയിപ്പിനെയും കൊണ്ട് ഇടങ്ങാറായി. തൊലി മാണ്ട. അല്ല മോനെ, ഈ എന്ത് പണിയാ ചെയ്തത്? എന്നെ പഠിപ്പിച്ചതിന്റെ 6 മാസം ഫീസ് ചെയ്ത് തരാണ്ടല്ലോ. ഈ പഠിച്ച് പാസ്സാവാത്ത എന്റെ കുട്ടിയാണ്. എനിക്ക് നല്ലൊരു തലയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു കാര്യം ചെയ്യേ, എന്റെ തൊണ്ട വറ്റിച്ച് വരണ്ടിട്ട് എന്നെ പഠിപ്പിച്ചതാ. ആ ഈ ഓവർ ഡയലോഗ് ഒന്നും വേണ്ട. ആ പൈസ വേഗം കൊണ്ട് അടുത്താള്. ആ ശരി. ആ മോനെ, എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? മാഷെ നിങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ച ഒറ്റൊന്നും വന്നില്ല. ഒറ്റൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിനോ? ഇല്ല. എന്താ പ്രാവല്ലത്? അതെ, ക്വസ്റ്റ്യൻ പേപ്പർ. അത് സമയം പോണ്ടേ? അവിടെ ഇരുന്ന് ഭ്രാന്തായി. സമയം പോവാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പ്രാവ് ഉണ്ടാക്കല. അങ്ങനെ വരാൻ ആ ഇതിപ്പോ എന്താ സംഭവം? എന്താ അതൊക്കെ ചോദിക്കാം. കംപ്ലീറ്റ് ഗൈഡ് നോക്കി പകർത്തിയതല്ലത്. മറ്റോമാരെ ഇറക്കിയ ഗൈഡില്ലേ, PSC കോപ്പി അടിച്ചാണ്. മൊത്തം ക്വസ്റ്റ്യൻ. പിന്നല്ലാണ്ട് വേറെ എങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല. എന്താ ചെയ്യാൻ പറ്റിയ? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഈ മറ്റേ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാരും വിളിച്ചോ? നിങ്ങൾ ടീം അടക്കം പോയിട്ട് പ്രൊഫൈലിൽ കയറി കംപ്ലൈന്റ് ചെയ്യും. ഞങ്ങളെ ബാച്ച് മൊത്തം ചെല്ലി. അല്ലാണ്ട് എന്റെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇന്നേ വരെ നിന്നിട്ടു. അല്ലാണ്ട് ഇമാരും ഒരു പരിപാടിക്ക് നിൽക്കല്ലേ. എനിക്ക് എന്നെ കൃത്യമായിട്ട് അറിയില്ലേ. ഏതായാലും പോയത് പോയല്ല. നിങ്ങൾ ഞാൻ പറയണ മാതിരി പ്രൊഫൈലിൽ കയറി. നമുക്ക് പൈസ അടച്ചിനാ കഴിഞ്ഞ മാസം? അത് അടയ്ക്കാന്നറിയാ. തന്നെയാണ് ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണം. അടയ്ക്കാന്നറിയ മാസം അടയ്ക്കുക. എവിടെ അടവ്? എല്ലാരും കടം പറഞ്ഞ് പോവലിന്റെ പേരിന് മാസും വരില്ല. ആ അത് കുഴപ്പമില്ല. ആ ഇല്ല. അയ്യോ, ഒരു പ്രശ്നമില്ല. ആ ആ നിങ്ങളൊരു കാര്യം ചെയ്യ്. പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് അയക്കാം എൻ്റെ വാട്സാപ്പിലും. ആ പിന്നെന്ത്? അയ്യോ, ചെറുക്കന്മാർ പ്ലംബറുണ്ട്, കാർപ്പൻ്ററുണ്ട്, വെൽഡറുണ്ട്, ഫിറ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. ആ അത് വേണോ? ആ ആ അത് ഏത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് നമുക്ക് ശരിയാക്കാം. ആ കേട്ടാ? ഓ ശരി. ഓക്കെ. എന്തൊക്കെ ഡിമാൻഡാണെന്ന് നോക്കണേ. പ്ലംബിങ് മാത്രം പോരാ, വെൽഡിങ്ങും കൂടെ അറിയാനുള്ള ആളുകൊണ്ട് ആൾക്കാർക്ക് അതിനനുസരിച്ച് സ്ത്രീധനം കൂടും. പിന്നെ അപ്പൊ ഞാൻ വന്നത് നമ്മളെ എരമല്ലൂർ നീലാംബരം മണിക്കർ മോളെ പോയി കണ്ടല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനൊരു ഡേറ്റ് ഉടനെ കുറിക്കണം. ഇനി വൈകിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർ മുട്ടി നിൽക്കേണ്ട കല്യാണം നടത്താൻ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു നല്ല ദിവസം അച്ഛനും മോനും ഉചിതമായിട്ട് എനിക്കും സൗകര്യമുള്ളൊരു ഡേറ്റ്. ഇപ്പൊ ശനി ഞായർ തിങ്കൾ ചൊവ്വ കുഴപ്പമില്ല. പിന്നെ ബുധൻ വ്യാഴം എനിക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ സൗകര്യം ഒന്ന് നോക്കിക്കോ. ഞങ്ങൾക്ക് ഇപ്പൊ അസൗകര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ആലോചന നടക്കേണ്ട കാര്യം വളരെ കഷ്ടമാണ്. എന്ത്? ആ ആലോചന നടക്കില്ല മന്മത. എന്താണ് സത്യം? നിങ്ങൾ തമാശ കളിക്കല്ലേ? ഇത് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ?
എന്താണ് പെണ്ണിന് ഒരു കുറവ്? നല്ല അലുവാക്കട്ടി പോലത്തെ പെണ്ണ്, നല്ല കുടുംബം, നല്ല സമ്പാദ്യം, നല്ല സ്വഭാവം, നല്ല കുടുംബ മഹിമ, ഇതെല്ലാം ഉള്ളൊരു നല്ല പെണ്ണിനെയല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ നിങ്ങൾ എന്താ കളിക്കുന്ന? അതൊക്കെ ശരി തന്നെയാണെന്ന്. പിന്നെന്താ യവന് വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ? അതൊന്നുമല്ല ചേട്ടാ. അതാണെങ്കിലും പ്രശ്നമല്ല. നിനക്ക് സർക്കാർ ജോലി കിട്ടുന്നുള്ളതുകൊണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചത് പ്രശ്നമല്ല. അല്ല അതൊന്നല്ല വിഷയം. നീ ആദ്യം അങ്ങോട്ട് പറയണത് കേക്ക്. എന്താണ് പറയുക? എനിക്ക് നമ്മളെന്താ വെച്ചാല് ആ ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിരുന്നു. അത് കിട്ടുമല്ലോ. അല്ല അതിനിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അതിപ്പോ ഇയാള് പരീക്ഷ എഴുതിയപ്പോഴേ തോറ്റിട്ടില്ല. തോൽക്കാതെ പരീക്ഷ എല്ലാ പരീക്ഷ ഇതൊക്കെ എഴുതി കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവന് അറിയണ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. അതെല്ലാം എഴുതി വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും പറഞ്ഞതാ. എല്ലാം തെറ്റിയോ? എന്റെ മോനെ നീ സത്യം നീ കേക്കട്ടെ. PSC ടെസ്റ്റ് ആണ്. അതിന് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചെങ്കില് അവര് തന്നിട്ടുള്ള ചോയ്സിൽ 2 ആൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ ഒരു സംഗതി. നീ ഇപ്പൊ 2 ആൻസർ എഴുതി വെച്ചാ അതില് കേക്ക് ചേട്ടാ, പറയണത് കേക്ക് നീ. എന്നിട്ട് ചോയ്സ് അങ്ങനെ കുറെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ വേറെ കുറെ ആളുകൾ ഈ കഴിഞ്ഞ ഏതോ ഒരു ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. മൊത്തത്തില് അവരെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് അവർ റദ്ദ് ചെയ്തു. നമ്മൾ ആൻസർ ചെയ്തത് എനിക്ക് നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവര് റദ്ദ് ചെയ്ത്. നിങ്ങൾ ഈ മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ കുട വാങ്ങിക്കാൻ പറഞ്ഞ ഞാൻ അവിടെ പോയി എല്ലാം സമ്മതിച്ച് സർക്കാർ ജോലി കിട്ടുമെന്നല്ല ഉറപ്പ് കൊടുത്തിട്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമോന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പില്ല. അതാ പറഞ്ഞത്. അതെ, അവൻ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ അവൻ അസലായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് ഇത്രേ. അപ്പൊ അത് കിട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടാവും. പാസ്സാവുന്നല്ലേ വിചാരിക്കുക, റാങ്ക് ലിസ്റ്റിലും വരും. അപ്പൊ ജോലിയും കിട്ടും, ഉറപ്പല്ലേ? ഇതിപ്പോ എന്താ വെച്ചാലേ അവന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ അവൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പിൻവലിച്ചു. അവൻ ഏതൊക്കെ ചില ഡൗട്ട് പറഞ്ഞതുണ്ട്, സംശയത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, അതൊട്ട് പിൻവലിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പല്ലേ, പിന്നെ പാസ്സാവുമോ? ശീതള, ഈ PSCക്ക് ശീതളിനോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പിൻവലിക്കാന്ന് റദ്ദാക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കുടുംബം വെച്ച് കളിക്കുക. ഒരാളല്ലേ ഇപ്പൊ 2 ആള്. ആ പെണ്ണിന്റെ കുടുംബം അതിന് ഇനിയിപ്പോ ഞാൻ വേറൊരു ചെക്കനെ 2-3 എണ്ണം വന്നാണ് ഇടുക്കിന്ന് കട്ടപ്പനയിൽ നെടുങ്കണ്ടത്തുനിന്നൊക്കെ വന്ന് നല്ല കേസല്ല ഞാനിപ്പോ മാറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ചെറുക്കനൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് സംസാരിച്ച് വെച്ചതെല്ലാം അതേന്ന്. ഇതിപ്പോ ഞങ്ങളായിട്ട് മുടക്കിയതല്ലോ. ഇതിപ്പോ PSC അത് പിൻവലിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇവൻ മാത്രല്ല, എത്ര കുട്ടികൾ അങ്ങനെ പോലെ എന്നുള്ളത് കേട്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ തന്നെ പോകുള്ളൂ. ഇനിയിപ്പോ ഞാൻ ജീവിതം മുറം പോലെ ആവും. ഇങ്ങനെ തട്ടി ഇരിക്കാനേ പറ്റൂ. പെണ്ണിന് മന്മതാ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ഇത് ഒഴിവാക്കിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംഗതികൾ ആലോചിച്ചാൽ നടക്കുവോ? നിങ്ങൾക്ക് എന്താ പ്രാന്തണ്ട? ഇതെന്താ കന്നാലി കച്ചവടം വിചാരിച്ചിങ്ങനെ? തോന്നുമ്പോ ആലോചിക്കുക, തോന്നുമ്പോ വേണ്ടാന്ന് വെക്കുക. കളിക്കുന്നു നിങ്ങള് അച്ഛനും മോനോട്. നിങ്ങൾ കുറെ നാൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുവരെ ചെയ്ത ജോലിക്ക് എന്തെങ്കിലും തരാനുള്ള താല്പര്യം ഉണ്ടോ? എന്ത് ജോലിക്ക്? അവിടെ പോയി സംസാരിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ നിങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചല്ലേ? അതെ, ഞാൻ അതിന് ഒരു പ്രാവശ്യം തന്നല്ലോ. എന്ത് നിന്ന്? ഇതിനൊക്കെ അത് ധാരാളമാണ്. 150 രൂപ ചേട്ടാ, ചേട്ടന് എന്താണ് ഈ തന്നേക്കാ? എനിക്കൊരു ജോലി എന്തെങ്കിലും കിട്ടട്ടെ. ചേട്ടന്റെ കാശ് എന്താണ് തന്നേക്കാ? ജോലി കിട്ടിയിട്ട് വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേ. ജോലി കിട്ടിയിട്ട് നീ കല്യാണം കഴിക്കാൻ അത് തന്നെ വെറും വ്യാമോഹമാണ്. നടക്കൂല. കല്യാണവും നടക്കൂല, ഒരു കുന്തവും നടക്കും. അതെ, വേറെ വല്ലോടാ കൊണ്ടുപോവാ, ആലോചിക്കാം. ഇതൊന്നും നടക്കണ കാര്യമല്ല അച്ഛാ. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാടാ. എന്ത് നോക്കാൻ? ആ തയ്യല് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു തയ്യൽ അറിയണ ആളാന്നെങ്കിലും പറയാറുണ്ട്. അതിന് ഇതിന്റെ മുകളിൽ തൊടിച്ചിട്ടുണ്ടാച്ചാൻ പഠിക്കുന്നു പറഞ്ഞു. നോക്കണ്ട, ഏതായാലും ശരിയാവും. സർക്കാർ ജോലി ഒന്നും കിട്ടിയിട്ട് തൽക്കാലം കൊണ്ട് കല്യാണം നടക്കില്ല, അതെനിക്ക് ഉറപ്പായി. സത്യ നേന്ത്രപ്പഴം എന്താവില്ല? നേന്ത്രപ്പഴം 65 റുപ്യ. എടുക്കണോ? കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നെഞ്ചരിച്ചല്ലേ. എന്താ ഗ്യാസാണ്, ഭയങ്കര ഗ്യാസ്. സമയപ്പെട്ടും കിഴപ്പെട്ടും പോളില്ല, ഇനി ഇങ്ങനെ വീർത്ത് വരും. ഉണ്ടോ ഫോണില്ലേ? കൊണ്ടോക്കോന്ന് വരും. വേണ്ട പ്രസാദേ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ. ഉപേക്ഷ വിചാരിക്കരുത് കേട്ടാ. ശരി. ഓ, 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണേ തോളിന്റെ വേദന. ഡോക്ടറെ പോയി കണ്ടു. ഷുഗറാ. ഇവിടെ തരിപ്പ് പോലൊരു വേദന. തരിപ്പ് മാത്രമല്ല, മൂത്രമൊഴിക്കലും പിന്നെ ഉറക്കമല്ല, തലയ്ക്ക് വരിപ്പ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം പോയില്ലേ? ഷുഗറാ? എനിക്കുണ്ട് ഷുഗറാണ്. ഷുഗറാ? ഒന്നാമത് നമുക്കൊന്നും ഒരു അസുഖമില്ല, അത് മനസ്സിലാക്ക്.
ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് എഴുതും മരുന്നിന്, എന്നിട്ട് ഒരുപാട് ഗുളികൾ തരും. ഈ ഗുളിക ഒക്കെപ്പാടിന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കാണ് കുഴപ്പം വരിക. നമുക്ക് എന്ത് അസുഖമാണുള്ളത്? ഇപ്പൊ എന്നൊക്കെ പ്രായം കുറവാ നിങ്ങൾക്ക് രണ്ടാൾക്കും. വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് സത്യേട്ടാ ഞാനിപ്പോ ഈ ഷുഗറിന്റെ ഇത് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൊളസ്ട്രോളും ഉണ്ട്. അതാ ഞാൻ നോക്കി ഈ തലയ്ക്കുള്ള പെരുപ്പും പ്രശ്നമൊക്കെ വന്നത് കൊളസ്ട്രോൾ ഈ കൂടിയിട്ടാണ്. തലയ്ക്ക് പെരുപ്പും ഉറക്കം കുറവൊക്കെ അല്ലേ? ആ എനിക്കുണ്ട് കൊളസ്ട്രോളേ. അതെ, കൊളസ്ട്രോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം പറയട്ടെ. അതായത് എന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് നേരെ പേരമരം നിൽക്കുന്നുണ്ട്. ആ പേരയുടെ ഒരു 4 എണ്ണം എടുക്കുക, ഒരു തുള്ളി വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ആ വെള്ളം 2-3 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഷുഗർ പോവും. പക്ഷെ വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കലാണല്ലോ ഈ ഷുഗറിന്റെ അസുഖത്തിന്. പക്ഷെ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും മൂത്രം ഒഴിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, വെള്ളം കുടിച്ച് മൂത്രം ഒഴിച്ച് പോണല്ലോ. അതല്ലേ, വെള്ളം കൂടി കുടിക്കുക, മൂത്രം ഇങ്ങനെ പോയിക്കോട്ടെ, എന്താ കുഴപ്പം? പേരുടെ ഇല പൊട്ടിക്കുമ്പോ കുറച്ച് എനിക്ക് കൂടി പൊട്ടിക്കും. അതുപോലെ ഇപ്പൊ എന്താ പറയുക, മറ്റേ കൊളസ്ട്രോൾ ഇല്ലേ, കൊളസ്ട്രോൾ അതിനൊരു പ്രശ്നമില്ല. അതിന് മറ്റേ ഈ കാന്താരി മുളകില്ലേ, കാന്താരി മുളകില്ലേ, കാന്താരി ചീനിമുളകല്ലേ, ചീനമുളക്, ഇത് ഒരു ലേശം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ഉപ്പിലിടുക. ആ ഉപ്പിലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ എടുക്കുക, അത് കഴിക്കുക. ഡോക്ടർ എഴുതിയ ഗുളികയും കഴിക്കുക, ഇതും കഴിക്കുക. അപ്പൊ ഗുളിക കഴിക്കണ്ട, പിന്നെ എന്തിനാ ഗുളിക കഴിക്കണേ? എന്റെ സത്യേട്ട ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് പണ്ടത്തെ ഷുഗറും കൊളസ്ട്രോളും അല്ല, ഇപ്പോഴത്തെ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ മരുന്നും ഗുളിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ വക പരിപാടിക്കേ നിൽക്കാറില്ല. ഭാഗ്യവാൻ. അസുഖം വരാറുണ്ടോ? ഒരു അസുഖമില്ല, പനി പോലും വന്നിട്ട് ഒന്നും വന്നില്ല. എന്തിനിപ്പോ നമ്മള് മറ്റേ വാക്സിനൊക്കെ എടുത്തായിരുന്നില്ലേ? എടുത്തില്ലല്ലോ. എന്തിന് എടുത്തില്ല? ഒരു പ്രശ്നമില്ല. വെറുതെ കണ്ട മരുന്നുകൾ നമ്മുടെ മേളിൽ കുത്തി കയറ്റാണ്, ഒരു കാര്യമില്ലാന്ന്. ശരിയാട്ടോ. കാര്യത്തിനാണ് വെറുതെ മരുന്ന് കഴിക്കാൻ നിൽക്കണത്? എന്തായാലും അതൊരു വലിയ ഭാഗ്യാണ് നിങ്ങളെ. പ്രസാദ് എന്തേ പ്രശ്നമാണോ? കല്ലിന്റെ പ്രശ്നമാണല്ലേ? ശരി കല്ലിന്റെ പ്രശ്നമാണല്ലേ? എനിക്കുണ്ട് ഈ കല്ലിന്റെ പ്രശ്നം. എന്ത്? മൂത്രത്ത് കല്ലല്ലേ? കോപ്പാണ്. അവിടെ വീടിന്റെ അവിടെ മതിൽ കെട്ടാനായിട്ട് 2 ലോഡ് കല്ലിറക്കാൻ പറഞ്ഞു. അവ ഇപ്പൊ സമയത്ത് വിളിച്ചിട്ട് പറയാണ് കല്ല് കിട്ടൂലാന്ന്. എന്ത് അല്ല, മൂത്രത്ത് കല്ലിന്റെ പറഞ്ഞാലും അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കല്ല് ലോഡ് ഇറക്കണ കാര്യം പറഞ്ഞിരുന്നേ. എത്ര ലോഡ് ഇറക്കി? ഇപ്പൊ 1 ലോഡേ കിട്ടിയുള്ളൂ. 1 ലോഡേ കിട്ടിയുള്ളൂ. എന്നാ സൂചന ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഓപ്പര് ഇറക്കിക്കോളൂ. അത് എങ്ങളിങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അസുഖമുള്ളവർക്ക് അതിന്റെ വിഷമം അറിയും. എനിക്ക് മൂത്രം ഇങ്ങനെ ഉറ്റിട്ട് പോകുമ്പോ എന്ത് കടച്ചിലറിയാം, മൂത്രത്ത് കല്ലിന്റെ തന്നെയാണേ. സുഖത അതൊക്കെ തോന്നലല്ലെന്ന്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്. കണ്ട ഈ എല്ല് തേയ്മാനം ഉള്ളതുകൊണ്ട് ഇവിടെ കഴുത്തിനൊരു വേദനയാണ്, പിന്നെ കണ്ണിന് കണ്ടാവും ഒരു മങ്ങലാണ്. അങ്ങനെ അസുഖങ്ങൾ ഉണ്ട്, ഇല്ല പറഞ്ഞങ്ങനെ. നമ്മൾ അസുഖം ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസുഖം വരും. ഏതിലെങ്കിലും പോണ അസുഖം നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ പറഞ്ഞത് രണ്ടാളും പറഞ്ഞു വെച്ചിട്ട് മന്മഥന് യാതൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സുഖം പക്ഷെ വേണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടോ. ഏത് ഡോക്ടറെ? മാനസികത്തിന്റെ ഡോക്ടറെ. കാരണം എന്താ വെച്ചാൽ ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മാനസികം ഉണ്ടാവും. അതന്നെ കണ്ടോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. എന്നിട്ട് പോയി കാണിച്ചിട്ട് ഡെയിലി ഉറങ്ങണതിന്റെ രാത്രി ഒരു ഗുളിക കഴിക്കണ്ടേ? ഗുളി കഴിക്കണ്ടോ? ഞാൻ ഇറങ്ങട്ടെ. കേട്ടോ, ഗുളി കഴിക്കണ്ടതിനല്ലേ? അല്ല മന്മഥ ഞാനും വരണ്ട. ഇല്ലല്ലോ, ഒന്നുമില്ല. അതെന്തേ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമില്ലേ? നിങ്ങൾ ഒരു അസുഖം ഇല്ലാത്ത ആള്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അസുഖം വന്നിട്ടില്ല? എനിക്ക് ദൈവം വിചാരിച്ചിട്ട് യാതൊരു അസുഖം ഒരു ഡോക്ടറിനും കാണിട്ടില്ല? ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഒരു അസുഖം ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ കടടക്കായി. നാണല്ലാത്ത കഴുതകള് അസുഖം പറഞ്ഞ് നടക്കാണ്, ഉളുപ്പില്ലാത്തവന്മാർ. അതെ അമ്മേ, എന്താ സത്യേട്ടാ? ഒന്നുമില്ല ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. വേദനയാണോ വയറിന്? ചെറുതായിട്ട് കുറച്ചുള്ളൂ, പതുക്കെയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പില്ല, കൈ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുതായിട്ട്. അത് കാര്യമില്ല, കുഴപ്പമില്ല. വല്ല ഡോക്ടറെയും പോയി കാണാൻ നമുക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടല്ലോ. ഇത് ആ പരിപ്പ് കറി വെച്ചിട്ടാണ്. എന്തിനാ പരിപ്പ് കറി വെച്ചത്? വേറെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കൂട്ടാൻ വെക്കാം, എന്നാലും ആ പരിപ്പ് കൊണ്ടുപോയിട്ട്. അല്ല, അപ്പൊ ഇന്നലെ ഇവിടെ പരിപ്പ് കറിയായിരുന്നു. ഇന്നലെ പരിപ്പ് കറിയല്ല. അപ്പൊ വയറിന് വേദന ഉണ്ടായില്ലേ? അത് ചെറുതായിട്ടല്ലേ ഉള്ളൂ.
അപ്പൊ ഇന്നും വയറുവേദന ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഗ്യാസാണ്. എന്തപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് തന്നെ എന്താന്ന് ചോദിക്കണ്ടേ ഡോക്ടറോട്? ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറില്ലേ? പിന്നെന്താ കടയിൽ പോണ്ട നീ? കടയിൽ പോവാം. പിന്നെന്താ ഒരു ദിവസം ഒന്ന് കണക്കാക്കി ആ ഡോക്ടറെ പോയി കണ്ട് ഒന്ന് ചോദിച്ചൂടെ? ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. മിണ്ടാണ്ടിരിക്കന്റെ മണ്ടോതിരി. ഇതെന്താണ് ഇപ്പൊ പ്രശ്നം? വയറുവേദനയ്ക്കല്ലേ? എനിക്കിപ്പോ അത്ര ഇല്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. വയറുവേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇന്നാളൊരു വയറുവേദന വന്നപ്പോഴും പറഞ്ഞു നീ ആശുപത്രി പോകുന്നു. എന്താണ് ആശുപത്രിയിൽ വെറുതെ അവിടെ പോയിട്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗുളിക കേൾക്കാൻ എഴുതും. ആ ഗുളിക ഒക്കെ പാടെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അസുഖം വരും. അറിയോ? എന്നിട്ട് നാട്ടുകാർ മുഴുവനെ പറഞ്ഞിട്ടുണ്ടാക്കണം സത്യശീലന് അസുഖമാണ്, സത്യശീലൻ രോഗിയാണ്. എന്റെ സത്യയുടെ മനുഷ്യരായ അസുഖമൊക്കെ ഉണ്ടാകും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയും ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളത്. ഒന്ന് പോയി കണ്ടു വെച്ചിട്ട് എന്താന്നേ? ഇപ്പൊ വേദന ഉണ്ട്. എന്റെ മണ്ടോദരി, നീ ഒരു ഇത്തിരി സമാധാനം തരുവോ? ഞാൻ മിണ്ടാതിരുന്നാ മതിയോ? മിണ്ടാതിരുന്നാ മതി. അതന്നെ രോഗിയാക്കാൻ വേണ്ടിട്ടാണ്. എന്ത് രോഗിയാക്കാന്ന് പറയണേ? മനുഷ്യന് അസുഖം വന്നാൽ ആശുപത്രി പോണം, അല്ലാതെ ഇവിടെ അഭിമാനിയായിട്ട് എങ്ങനെ ഇരുന്നാ മതി? ക്യാമ്പിലും മെഡിസിറ്റിയിലും ഇന്ദിരാഗാന്ധിയിലെയും പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും പങ്കെടുക്കേണ്ടതേ. രജിസ്റ്റർ ചെയ്ത് ആദ്യം കാണാം. സത്യേട്ടാ അവിടെ വിളിക്കാം. സത്യേട്ടാ, നമ്മൾ ഈ കൽപ്പന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലേ ജനുവരി 28 ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ. മെഡിക്കൽ ക്യാമ്പേ. മെഡിക്കൽ ക്യാമ്പോ? മെഡിക്കൽ ക്യാമ്പ് എനിക്കൊന്നും വേണ്ടല്ലോ. അതല്ല സത്യേട്ടാ, നമ്മുടെ ഈ പരിസരത്തെ ആ വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മളൊരു സർവേ നടത്തി. അപ്പൊ തന്നെ 8-10 ക്യാൻസർ രോഗികളുണ്ട്. നമ്മളിത് തുടക്കത്തിലേ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷപ്പെടാം. അത് നിസാരമായിട്ട് കാണുകയും അതിന് താല്പര്യമില്ലാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ വലിയ ഗുരുതരമായ രോഗത്തിലോട്ട് പോകും. എനിക്ക് ഈ വക അസുഖങ്ങളൊന്നുമില്ല. എന്റെ സത്യമായിട്ട് ആർക്ക് ഉണ്ട് ഇല്ലാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാര്, ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾ ടെസ്റ്റ് ചെയ്യണവര്, കണ്ണിന്റെ, കിഡ്നിയുടെ, ലിവറിന്റെ ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മള് നാട്ടുകാർ. നമുക്ക് എന്താ സൂക്കേടുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവും. ഇതിനൊക്കെ എന്റെ സുഹൃത്ത് സത്യവാരൻ ആരോഗ്യ ദൃഢഗാത്രൻ ഓനെ അറ്റാക്ക് ആയിട്ട് 3 ദിവസം മരിച്ചുപോയി. ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അപ്പൊ ഓനില്ലാത്ത സൂക്കേടൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ജാതി ഒന്നും എന്റെ അടുത്തേക്ക് വരില്ല. ഷുഗർ നോക്കിനാ? എന്തിനു ഷുഗർ നോക്കില്ല? പ്രഷർ നോക്കിനാ? പ്രഷർ നോക്കേണ്ട കാര്യമില്ല, അതില്ലല്ലോ. എല്ലാം നോർമലാ. ഇതൊക്കെ എന്തറിയോ, ഈ ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അത് വിചാരിക്കാതിരുന്നാ മതിയല്ലോ. അല്ല സത്യം അങ്ങനെ പറയാൻ പാടില്ല. ക്ലാസ് ഉണ്ട്, ബോധവൽക്കരണ ക്ലാസ്. നിങ്ങൾക്ക് എന്റെ കഥ അറിയോ? ഷുഗർ, അൾസർ, പ്രഷർ, ക്യാൻസർ ഇറില്ല എല്ലാ സാധനം എനിക്ക് ഉണ്ടായി. ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനത്തെ ആളാ ഞാൻ. അതെ, ഇതിൽ ഏതൊക്കെ ഡോക്ടർമാരെ സത്യേട്ടൻ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടുണ്ടായി. സത്യേട്ടന്റെ അപ്പൊ മണ്ടു വെച്ച് പറഞ്ഞ് എന്തോ ഒരു അസ്വസ്ഥത സത്യേട്ടനുണ്ട്. വയറിന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വയറിന്റെ കംപ്ലൈന്റ് പറഞ്ഞു. ആര് മണ്ടുവോ? ചേച്ചി പറഞ്ഞല്ലോ. അവൾ അങ്ങനെ പറഞ്ഞോ? പിന്നെ അവളെന്താ പറഞ്ഞു? അവള് പറഞ്ഞു എന്തോ വയറിന് അസ്വസ്ഥത ഉണ്ട്, 2-3 ദിവസമായിട്ട് ഒരു കിടക്കമരുങ്ങില്ല. അപ്പൊ സത്യേട്ടനെ ഉറപ്പായിട്ട് അതിൽ പങ്കെടുപ്പിക്കാം. എന്താ സംഭവം എന്ന് പറയാൻ ഇടയ്ക്ക് ഈ പരിപ്പ് കൂട്ടാൻ എന്തെങ്കിലും കൂട്ടുന്ന സമയത്ത് ചെറിയൊരു ഗ്യാസ് വരും. അതെല്ലാവർക്കും വരില്ലേ? പണക്കം വന്നിട്ടില്ലേ? അതെല്ലാവർക്കും വന്നിട്ടില്ലേ? അത്രേ ഉള്ളത്. അതല്ലെന്ന് അതെന്താണെന്ന് നോക്കണേന് കുഴപ്പമില്ലല്ലോ. എന്തിനു എനിക്കറിയാലോ, പരിപ്പാണ് പരിപ്പ്. നമ്മൾ ഈ ഗ്യാസാണ് പ്രഷറാണെന്ന് പറഞ്ഞിരിക്കും. ഇതൊക്കെ ഗൗരവമുള്ള അസുഖങ്ങളെന്നെ അറിയാൻ പറ്റില്ലാന്നേ. വെറുതെ അകാലത്തിൽ വിട പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വന്നൂടെ. അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ സമയമുണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കണം. അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ഡൊണേഷൻ സാധാരണ ആളുകൾക്ക് ഉള്ളവര് ചികിത്സിച്ചോട്ടെ, ഇല്ലാത്തവർക്ക് വേണ്ട. വേറെ ആരെങ്കിലും കൊടുത്തോ? ഞാൻ പോട്ടെ. ശരി, എന്നാ അപ്പൊ പങ്കെടുക്കണം. ഭക്ഷണം കഴിക്കാൻ പോണേ. പോയിക്കോ. അപ്പൊ നിങ്ങള് ഭക്ഷണം കഴിച്ചോ? ഞങ്ങള് കഴിച്ച്. പരിപ്പാണോ വീട്ടില്? നമ്മളില്ല. ശരി, എന്നാ എന്ത് മനുഷ്യനാണ്. ഒരു സൈഡ് വലി വേണ്ടട്ടാ കണ്ട തിരുമ്മിക്കൊണ്ട് പോണം.